നാട് മുഴുവൻ വിനുവേട്ടനെ പോലെ പഞ്ചപാവങ്ങളാണെന്ന് വിചാരിക്കരുത്. അതിങ്ങെടുക്ക്. അതല്ല ഈ വണ്ടിയിൽ കയറ്റി വെക്ക്. മീനാക്ഷി, ഞങ്ങളുടെ വിനുവേട്ടൻ ആരും ഇല്ലാത്തനാന്ന് വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ഒക്കെ ആളും പേരുമുള്ള ആള് തന്നെയാ. ഞാനൊരു സുഹൃത്തിനെ കുറിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരു വീട് റെഡിയാക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. വലിയ സൗകര്യമൊന്നുമില്ലെങ്കിലും അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീടാണ് അവൻ പറഞ്ഞു വെച്ചത്. തൽക്കാലം അവിടെ നിന്നിട്ട് പതിയെ നമുക്ക് വേറൊരു വീട് നോക്കാം. എന്തു പറയുന്നു? മീനാക്ഷി ഓക്കെ അല്ലേ? ഈ ഉപകാരത്തിനൊക്കെ എങ്ങനെ നന്ദി പറയണോന്ന് അറിയില്ല. അതിനൊക്കെ സമയമുണ്ടല്ലോ. തൽക്കാലം നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. എന്റെ വകയിലൊരു കൊച്ചച്ഛന്റെ വീടായത്. പുള്ളിക്കാരൻ പുതിയ വീട് വെച്ചപ്പോ ഇവിടുന്ന് താമസം മാറി. പഴയ വീട് പൊളിക്കാൻ കൊച്ചച്ഛന്റെ മനസ്സ് വന്നില്ല. ഒരു സെന്റിമെന്റ്സ്. ജഗൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ കൊച്ചച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി താക്കോലും വാങ്ങി. ദാ താക്കോല്. ഞാൻ ഇറങ്ങട്ടെ? വീട്ടില് വൈഫ് ഒറ്റയ്ക്കേ ഉള്ളൂ. അവള് പ്രഗ്നന്റാ. ഓ, ഞാനത് മറന്നു. ഏതായാലും വലിയ ഉപകാരം. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് മരുന്നിന് കാശ് തന്നതും ഹോസ്പിറ്റൽ ബിൽ അടച്ചതും ചേട്ടനാ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോ നന്ദി പറയാൻ മുതിർന്ന എന്റെ അമ്മയോട് ചേട്ടൻ പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയുടെ സ്വന്തം മകനായി ജഗനുള്ളപ്പോ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന്. അപ്പൊ ചേട്ടാ, ഗുഡ് നൈറ്റ്. ശരി. പിന്നെ ഈ വീടൊന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി, എന്നാ ശരി, പോട്ടെ. വിനുവേട്ടാ, ഇനിയാണ് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടേതായ ഒരു ജീവിതം തുടങ്ങേണ്ടത്. എന്താ വിനുവേട്ടത്? ഞാൻ ചെയ്യുന്ന എന്റെ കടമയല്ലേ? മീനാക്ഷി, വീട്ടിൽ നടന്നൊന്ന് ആലോചിച്ച് നീ വിഷമിക്കാൻ നിൽക്കണ്ട. പ്രകാശന്റെ സ്വഭാവം അറിയാലോ. ജയിക്കാൻ വേണ്ടി എന്തും കാണിച്ചു കൂട്ടും. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും നോക്കില്ല. എന്നാലും എന്നെ കള്ളിന്നൊക്കെ. മീനാക്ഷി കള്ളിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതൊന്നും ഓർക്കണ്ട. മീനാക്ഷി ചന്ദ്രികമ്മയുടെ മക്കളാണല്ലോ എന്നോർത്ത് ക്ഷമിച്ചേക്ക്. എല്ലാം എന്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചതാ. പാവം, ഇപ്പോ വിനുവേട്ടനും കൂടെ പെരുവഴിയില്ലേ. എന്താ മീനാക്ഷി ഇങ്ങനെ? ഞങ്ങളുടെ വിനുവേട്ടൻ ഇനിയാണ് ജീവിക്കാൻ പോകുന്നത്. വിനുവേട്ടൻ തന്നെ കത്തിക്ക്. എന്നാലേ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ആഹാ, ഞാൻ കത്തിച്ചാ മതി. ഞാനാണ് വിനുവേട്ടന്റെ ഐശ്വര്യമൊന്നോ?
കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവാൻ പകലിലെ വഴികളിൽ ഈ പാല് വെച്ച് വിനുവേട്ടന്റെ മനസ്സുപോലെ നല്ലൊരു പാൽപ്പായസം. ആ വിനുവേട്ടന്റെ മനസ്സുപോലെ ആവുമ്പോ നല്ല മധുരം കാണുമല്ലോ.